നമസ്കാരം. വെക്കേഷനൊക്കെ കഴിഞ്ഞു, സ്കൂൾ തുറക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള സമയമാകുന്നു. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് പഠിത്തം, അവരുടെ മറ്റു കാര്യങ്ങൾ, അതർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പിന്നെ കുട്ടികൾക്ക് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനുണ്ട്, സ്കൂളിൽ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് വരാറുണ്ട് അല്ലേ. സ്കൂൾ തുറന്ന് കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് അല്ലേ, കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട്, മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് കൂടി വരുമ്പോഴത്തേക്കും പനിയും അതുപോലുള്ള കണ്ടീഷൻസും വരാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എന്ത് വേണം? കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടണം, അവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. പൊതുവേ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുപാട് വിമുഖത കാണിക്കാറുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നന്നായിട്ട് അടിച്ച് പൊളിച്ച് നടക്കുകയും അതുപോലെ തന്നെ നന്നായിട്ട് പകലൊക്കെ ഉറങ്ങിയും അല്ലേ, അങ്ങനെ നടക്കുമ്പോൾ രാവിലെ എണീക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവരുടെ ഹെൽത്തിനെ ഇത് വല്ലാണ്ട് ബാധിക്കും. അതായത് സ്കൂളിൽ പോയി തുടങ്ങിക്കഴിയുമ്പോൾ പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് പോഷകാഹാരം കൊടുക്കണമെന്ന് പല രക്ഷകർത്താക്കൾക്കും ഒരു സംശയമുണ്ട്. നമുക്ക് എന്തൊക്കെ പോഷകാഹാരം വേണം? നമുക്ക് പ്രോട്ടീൻ വേണം അല്ലേ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് വേണം, നമുക്ക് ഫാറ്റ് വേണം, നമുക്ക് അയൺ വേണം. ഇതുപോലെ എല്ലാ മനുഷ്യർക്കും വേണ്ട എല്ലാ പോഷകാഹാരങ്ങളും കുഞ്ഞുങ്ങൾക്കും ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ അളവിൽ അല്ലെങ്കിൽ അതിൻ്റെ തോതിൽ വരുന്നതാണ് വ്യത്യാസം. അവരുടെ പ്രായം, അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണോ ഇതൊക്കെ അനുസരിച്ച് അവരുടെ ഭക്ഷണ രീതിയിലും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ പോഷകങ്ങളിലും വ്യത്യാസം വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത്യാവശ്യമാണ്. അവരുടെ ബ്രെയിനിൻ്റെ വികാസത്തിന് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അവരുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, അവരുടെ എനർജിക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇതെല്ലാം വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കുക, ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം, അപ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതലായിട്ട് അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? അവർ കാണുന്ന മീഡിയാസ് അല്ലെങ്കിൽ അവർ കാണുന്ന പരസ്യങ്ങളിൽ അവർ കാണുന്ന മറ്റ് ഭക്ഷ്യവസ്തുക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള ജങ്ക് ഫുഡ്സ് കുട്ടികൾക്ക് കൂടുതലായിട്ട് അട്രാക്റ്റീവാണ്. പക്ഷേ നമുക്ക് ജങ്ക് ഫുഡ്സ് കമ്പൽസറി ആയിട്ടും സ്റ്റോപ്പ് ചെയ്യൂ എന്ന് പറയാനും സാധിക്കില്ല. സോ നമുക്ക് അവിടെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടത് ജങ്ക് ഫുഡ്സ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഇൻടേക്ക് വളരെയധികം കുറയ്ക്കുക. കമ്പൽസറി സ്റ്റോപ്പിങ്ങിന് പകരം കുറേശ്ശെ ലിമിറ്റ് ചെയ്ത് നമുക്ക് പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്യാം. ഫ്രൂട്ട് ബേസ്ഡ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ബേസ്ഡ് ഫുഡ്സ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാം. ഒരു കുട്ടിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, ഡിന്നർ, ഇങ്ങനെ ഘട്ടം ഘട്ടമായി നമുക്ക് കുറേശ്ശെ ഭക്ഷണങ്ങൾ അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകുമ്പോഴും 4 to 5 ടൈംസ് എങ്കിലും നമുക്ക് ഫുഡ് അവർക്ക് കമ്പൽസറി ആയിട്ടും കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. നമുക്കറിയാം ഭക്ഷണം കഴിക്കുന്നുണ്ടാകാം ചില കുഞ്ഞുങ്ങൾ, കഴിച്ചാൽ മാത്രം പോരാ അല്ലേ. കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യണം, അതിന് ഡൈജഷൻ പൂർണ്ണമായും നടക്കണം. അവരുടെ ഇൻറ്റേർണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബോഡി ഫങ്ഷൻസ് എല്ലാം ക്രമമായി നടക്കുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ അതിനും ആവശ്യമായിട്ട് ജലം, നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും ആവശ്യമായ ഘടകമാണ് ജലം. അപ്പോൾ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാനും നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനും നമുക്ക് അൺവാണ്ടഡ് ഫാറ്റ്സ് മെറ്റബോളൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അത്യാവശ്യമാണ്. അപ്പോൾ കുട്ടികളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിനോടൊപ്പം തന്നെ ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ അവരുടെ ഹൈജീനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഈ പറയുന്ന പോലെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർക്ക് ഹൈജീൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹൈജീൻ ആകുമ്പോൾ അവരുടെ സെൽഫ് ഹൈജീൻ വേണം, അവർക്ക് ഡെൻ്റൽ ഹൈജീൻ അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ ഡെൻ്റൽ ഹൈജീൻ വേണമെങ്കിൽ അവർക്ക് നന്നായി അവർ ബ്രഷിങ് ചെയ്യുന്നുണ്ടോ, അത് ടൂത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം.
പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നേരത്തെ പറഞ്ഞ പോലെ അബ്സോർബ് ചെയ്യണമെങ്കിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ നന്നായി അത് ചവച്ചരച്ച് കഴിക്കുന്നുണ്ടോ എന്നും പാരൻസ് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു സമീകൃതമായ ആഹാരം, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ അവർക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മുടെ എല്ലാ ഭക്ഷ്യവസ്തുക്കളും അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ഭക്ഷ്യവസ്തുക്കളും അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരണമെന്നുള്ളതാണ് ബാലൻസ് ചെയ്യുക എന്ന് നമ്മൾ സമീകൃതമായ ആഹാരം എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ എല്ലാ ഭക്ഷ്യവസ്തുക്കളും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. അവിടെ നമുക്ക് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും എല്ലാം വേണം. പിന്നെ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു പ്രധാനമായ ഇഷ്യൂ എന്ന് പറയുന്നത് അവർക്ക് വിളർച്ച ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് അയൺ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുക. അപ്പോൾ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ നമ്മൾ കൊടുക്കാനായിട്ട് മറന്നു പോകാതിരിക്കുക. ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും ഇലക്കറികൾ കൊടുക്കുക. മറ്റ് അയൺ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. അയൺ റിച്ച് ഭക്ഷണങ്ങൾ കൊടുക്കുന്ന സമയത്ത് അയൺ അബ്സോർപ്ഷനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ അതിൻ്റെ കൂടെ നൽകാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയം ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ആരോഗ്യത്തോടുകൂടി ഇരിക്കാനായിട്ട് അവർക്ക് സമീകൃതമായ ആഹാരം, അവർക്ക് അത്യാവശ്യം വേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതോടൊപ്പം തന്നെ ആവശ്യമായ ജലം, പിന്നെ അവരുടെ പേഴ്സണൽ ഹൈജീൻ, ഇത്രയും കാര്യങ്ങൾ എല്ലാ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കുക. കുട്ടികൾ സ്കൂളിൽ പോയി അവരുടെ സ്റ്റഡി ഡേയ്സ് കുറയാതെ അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് അവർക്ക് സ്റ്റഡി ഡേയ്സ് കുറയാതെ ഹെൽത്തിയായി ഇരിക്കാനായിട്ട് ഇത് അവർക്ക് സഹായകരമായിരിക്കും.